തിരുവനന്തപുരം നഗരസഭയിൽ CPM-ന് വിമത സ്ഥാനാർത്ഥി. ഉള്ളൂരിൽ കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. വിജിൻ വായാന്തോട് വിശദാംശങ്ങൾ നൽകും. വിജിൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ വിമതനായി രംഗത്തിറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായത്? ഇതിനു മുമ്പേ തന്നെ പാർട്ടിക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലേ ഇത്? സൈഫുദ്ദീൻ, നിലവിൽ അവിടെ എസ് ലിജു ആണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതിനിടെയാണ് ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫുമായിട്ടുള്ള കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം പോസ്റ്റർ ഉൾപ്പെടെ തയ്യാറാക്കി മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ തന്നെ അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഒരു ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ മത്സരത്തിന് ഇറങ്ങുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ചില സ്ഥലങ്ങളിൽ ഇതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ ചില അസ്വാരസ്യങ്ങൾ ഒക്കെ LDF-ൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ നേരത്തെ വെങ്ങാനൂർ വാർഡിലെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തണുപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഉള്ളൂരിൽ ഇങ്ങനെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ഒരു നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയോട് നമ്മൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഒരു വലിയ പാർട്ടി, ആ പാർട്ടിയാകുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്തായാലും ആത്മഹത്യയിലേക്ക് ആരും പോകുന്നില്ലല്ലോ എന്നുള്ള കമന്റാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോഴും പക്ഷേ സാധാരണഗതിയിൽ ഇല്ലാത്ത നിലയിൽ LDF-ലും ചില സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു, ഒപ്പം തന്നെ അപശബ്ദങ്ങളും എതിർശബ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു കാണേണ്ട കാര്യമാണ്. സാധാരണ കോൺഗ്രസിൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള വിമതരും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറ്. പക്ഷേ ഇത്തവണ അത് BJP-യിലും LDF-ലും കൂടി പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളൂർ വാർഡിൽ എന്തായാലും മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കെ ശ്രീകണ്ഠൻ. പക്ഷേ എങ്ങനെ അതിനെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ശരി വിജയൻ.